ഹെറോദോസ് രാജാവ് ഹെരോദിയയുടെ മകളുടെ നൃത്തം കഴിഞ്ഞപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. നീ ആഗ്രഹിക്കുന്നത് എന്തും ചോദിച്ചു കൊള്ളുക, ഞാൻ ശബ്ദം ചെയ്യുകയാണ്, നിനക്ക് എന്തും ഞാൻ തരും എന്നുള്ളതാണ്. ചില വാക്കുകൾ ചിലവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, ചില കയ്യടികൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കും. പിന്നെ ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ ജീവിതത്തിൽ എന്തോരം ബുദ്ധിമുട്ടേണ്ടി വരുന്നല്ലോ, എന്തോരം അനീതി പ്രവർത്തിക്കേണ്ടി വരുമെന്നറിയോ. നമ്മളും ഇതുപോലെ തന്നെയാണ്. ചില തമാശകൾക്ക് വേണ്ടി, ചില ഉയർച്ചകൾക്ക് വേണ്ടി, ചില മുറിപ്പെടുത്തലിന് വേണ്ടി ചില വാക്കുകളും നമ്മൾ ഉച്ചരിക്കും. ഈ വാക്കുകൾ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലാകും. അത് മറ്റുള്ളവൻ്റെ തിന്മയ്ക്ക് കാരണമാകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ആത്മശോധന ചെയ്യേണ്ടത്. ആരെയും പ്രീതിപ്പെടുത്താനും ആരുടെയും പ്രശംസ ലഭിക്കാനും വേണ്ടി അവിടെ കുറേ പേരുണ്ടായിരുന്നു. ഈ പ്രശംസ ലഭിക്കുന്നതിന് വേണ്ടി തന്നെയാണ് എല്ലാവരും വിളിച്ചത്. എൻ്റെ രാജ്യത്തിൻ്റെ പകുതി വേണമെങ്കിൽ തന്നെ നിനക്ക് തരാമെന്നാണ് പറഞ്ഞത്. ഇത് ഞാൻ വാക്ക് മാറില്ല എന്നാണ് ഹെരോദിയോട് പറയുന്നത്. ആ മകളോട് പറഞ്ഞപ്പോൾ ഓർക്കുക, ഇതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എന്തോരം വാക്കുകൾ എങ്ങനെ ആവശ്യമില്ലാതെ ഉച്ചരിക്കുന്നത്. ആ വാക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു അഹങ്കാരത്തിൻ്റെ വാക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അഹങ്കാരത്തിൻ്റെ വാക്കുപയോഗിച്ച് നമ്മൾ തന്നെ തകർന്നു പോകുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണുനീരിന് കാരണമാകുന്നുണ്ടോ ഞാൻ ചിന്തിക്കുക, ധ്യാനിക്കുക.